ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നടക്കുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റും അതിൻ്റെ എഫക്റ്റുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യം ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഒരു പോളാർ ബോണ്ടിൻ്റെ പ്രസൻസ് കാരണം ഒരു സിഗ്മ ബോണ്ട് പോളറൈസ് ചെയ്യപ്പെടുന്നതിനെയാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദ പോളറൈസേഷൻ ഓഫ് എ സിഗ്മ ബോണ്ട് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ അഡ്ജസൻറ്റ് പോളാർ ബോണ്ട്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. CH3CH2Cl എന്ന മോളിക്യൂൾ. ഇവിടെ Cl പോളാർ ആണ്. കാരണം കാർബണും ക്ലോറിനും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ക്ലോറിൻ കാർബണെ അപേക്ഷിച്ച് ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോൺ ജോഡിയെ ക്ലോറിനടുത്തേക്ക് കൂടുതലായി ആകർഷിക്കുന്നു. അതിനാൽ ക്ലോറിന് പാർഷ്യലായ നെഗറ്റീവ് ചാർജ് ലഭിക്കും, കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ലഭിക്കും. ഇത്തരം ബോണ്ടിനെയാണ് പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. ഈ പോളാർ ബോണ്ടിൻ്റെ പ്രസൻസ് കാരണം C ബോണ്ട് പോളറൈസ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാർബണിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിയെ ക്ലോറിൻ കൂടുതലായി അട്രാക്ട് ചെയ്തു അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു. അതിൻ്റെ ഫലമായി 1 എന്ന് മാർക്ക് ചെയ്ത ആ കാർബൺ ആറ്റത്തിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. സോ 2 എന്ന് മാർക്ക് ചെയ്ത കാർബണിനെ അപേക്ഷിച്ച് 1 എന്ന് മാർക്ക് ചെയ്ത കാർബണിന് അല്പം പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റത്തിനിടയ്ക്കുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിയെ 1 എന്ന് മാർക്ക് ചെയ്ത കാർബൺ ആറ്റം കൂടുതലായി അട്രാക്ട് ചെയ്യും. അതിനാൽ 2 എന്ന് മാർക്ക് ചെയ്ത കാർബൺ ആറ്റത്തിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരല്പം കുറയുന്നു. അത് 1 എന്ന് പറയുന്ന കാർബൺ ആറ്റത്തിൽ കുറഞ്ഞതിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ CCl പോളാർ ബോണ്ടിൻ്റെ പ്രസൻസ് കാരണം ഇവിടുത്തെ CC സിഗ്മ ബോണ്ട് പാർഷ്യലായി പോളറൈസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ പോളറൈസ് ചെയ്യപ്പെടുന്നതിനെയാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ ക്ലോറിൻ അഥവാ ഒരു ഹാലജൻ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോൺ ഡെൻസിറ്റി വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പ്സ് പ്രധാനമായും ഹാലജൻസ്, ദെൻ നൈട്രോ ഗ്രൂപ്പ്, ദെൻ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് തുടങ്ങിയവയാണ്. ഇവ കാർബൺ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ ഡെൻസിറ്റി വിഡ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ പിൻവലിക്കുന്നു. എന്നാൽ ആൽക്കൈൽ ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പുകൾ കാർബൺ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരം ഗ്രൂപ്പുകളെ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ് അഥവാ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് പ്രധാനമായും ആൽക്കൈൽ ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പ്, C2H5 ഗ്രൂപ്പ്, ദെൻ OH, ദെൻ അമീനോ ഗ്രൂപ്പ് എന്നിവ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ് ആണ്. രണ്ട് പൈ ബോണ്ട്സ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ ഫലമായോ അതല്ലെങ്കിൽ ഒരു പൈ ബോണ്ടും അഡ്ജസൻറ്റ് ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ ഫലമായോ ഒരു മോളിക്യൂളിൽ പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനെ റിസൊണൻസ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ റിസൊണൻസ് പഠിച്ചിരുന്നു. ഓസോൺ, ബെൻസീൻ തുടങ്ങിയ മോളിക്യൂളിന് ഒന്നിലേറെ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് റിസൊണൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്നിലേറെ ഫോം എക്സിസ്റ്റ് ചെയ്യുന്നത് അഡ്ജസൻറ്റ് പൈ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ ഫലമായോ അതല്ലെങ്കിൽ
പൈ ഇലക്ട്രോൺസും അഡ്ജസൻറ്റ് ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ ഫലമായാണ്. ഈ ഇൻ്ററാക്ഷൻ്റെ ഫലമായി പൊളാരിറ്റി അഥവാ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് റിസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണമായി അനിലീൻ പരിഗണിക്കാം. അനിലീൻ C6H5NH2 ആണ്. ഇവിടെ നൈട്രജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ഇവിടുത്തെ പൈ ഇലക്ട്രോണും ഇൻ്ററാക്ട് ചെയ്യുന്നു. സോ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഈ ഡബിൾ ബോണ്ടിലെ ഇലക്ട്രോൺസ് തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു. നൈട്രജൻ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ്, ലോൺ പെയർ ഓഫ് ഇങ്ങോട്ട് പൈ ഇലക്ട്രോൺസ് വന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ്. സോ ഈ മോളിക്യൂളിൽ പൊളാരിറ്റി അഥവാ ചാർജ് ഡെവലപ്പ് ചെയ്തു. ഇതിന് വീണ്ടും റിസണൻസ് ഫോം പോസിബിൾ ആണ്. ഇതാ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ആ കാർബൺ ആറ്റത്തിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ്, ദെൻ NH2 പോസിറ്റീവ്. ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. സോ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു ആറ്റത്തിൽ നിന്നുമാണ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആറ്റത്തിൽ നിന്നുമാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് റിസണൻസ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. പ്ലസ് ആർ എഫക്റ്റ് എന്ന് ഷോർട്ടായി എഴുതും. ഒരു ആറ്റത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നുമാണ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് റിസണൻസ് എഫക്റ്റ് എന്ന് പറയുന്നു. പോസിറ്റീവ് റിസണൻസ് എഫക്റ്റ് കാണിക്കുന്നത് പ്രധാനമായും ഹാലജൻസ്, ദെൻ NH2 തുടങ്ങിയ, അതുപോലെ OH തുടങ്ങിയ ഗ്രൂപ്പുകളാണ്. എന്നാൽ ഒരു ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്കാണ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നെഗറ്റീവ് റിസണൻസ് എഫക്റ്റ് അഥവാ -R എഫക്റ്റ് എന്നാണ് പറയുന്നത്. പ്രധാനമായും നൈട്രോ ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് തുടങ്ങിയവയാണ് -R എഫക്റ്റ് കാണിക്കുന്നത്. നമുക്കൊരു ഉദാഹരണമായി നൈട്രോ ബെൻസീൻ പരിഗണിക്കാം. നൈട്രോ ബെൻസീൻ ഇവിടെ നൈട്രോ ഗ്രൂപ്പാണ്. ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് ഓക്സിജൻ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ചാർജ്, ഡബിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട് O, നെഗറ്റീവ് ആണ്. ഇവിടെ ഒരു ആറ്റത്തിലേക്കാണ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്കാണ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് റിസണൻസ് എഫക്റ്റ് അഥവാ -R എഫക്റ്റ് എന്ന് പറയുന്നത്. -R എഫക്റ്റ് കാണിക്കുന്നത് പ്രധാനമായും നൈട്രോ ഗ്രൂപ്പ്, CHO ഗ്രൂപ്പ്, ദെൻ COOH ഗ്രൂപ്പ് തുടങ്ങിയവയാണ്. ഓൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസിനെ കോൺജുഗേറ്റഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നമുക്കറിയാം ബെൻസീൻ അല്ലെങ്കിൽ മിക്ക അരോമാറ്റിക് കോമ്പൗണ്ട്സും കോൺജുഗേറ്റഡ് സിസ്റ്റംസ് ആണ്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിൽ 1,3-ബ്യൂട്ടാഡൈൻ ആണ് ഒരു കോൺജുഗേറ്റഡ് മോളിക്യൂൾ. ഒരു അറ്റാക്കിംഗ് റിയേജന്റിന്റെ ആവശ്യപ്രകാരം
പൈ ഇലക്ട്രോൺസ് വൺ ഓഫ് ദ ബോണ്ടഡ് ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ടു വൺ ഓഫ് ദ ബോണ്ടഡ് ആറ്റംസ് ഓൺ ഡിമാൻഡ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. ഇതൊരു ടെമ്പററി എഫക്റ്റാണ്. നമുക്കൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഇത് പൈ ഇലക്ട്രോൺസ് ആണ്. ഇതിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു എന്ന് കരുതുക. ഉദാഹരണമായി എച്ച് പോസിറ്റീവ്. സോ ഇവിടുത്തെ പൈ ഇലക്ട്രോൺസ് ഈ കാർബൺ ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സി സിംഗിൾ ബോണ്ട് സി ആയിരിക്കും. ഈ കാർബൺ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ പോയി, അതിനാൽ അവിടെ പോസിറ്റീവ് ചാർജ്. ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ വന്നു, അവിടെ നെഗറ്റീവ് ചാർജ് ലഭിക്കും. അങ്ങോട്ട് ഈ എച്ച് പോസിറ്റീവ് അഥവാ ഇലക്ട്രോഫൈല് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏത് ആറ്റത്തിലേക്കാണോ ആ അറ്റാക്കിംഗ് റിയേജന്റ് വരുന്നത് അങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് അഥവാ പ്ലസ് ഇ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അറ്റാക്കിംഗ് റിയേജന്റ് ജോയിൻ ചെയ്യുന്ന ആ കാർബണാറ്റത്തിലേക്കാണ് പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നു. എന്നാൽ അറ്റാക്കിംഗ് റിയേജന്റ് ജോയിൻ ചെയ്യുന്ന ആ കാർബണാറ്റത്തിലേക്ക് അല്ല ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ മൈനസ് ഇലക്ട്രോമെറിക് എഫക്റ്റ് അഥവാ നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പരിഗണിക്കാം. ഒരു ന്യൂക്ലിയോഫൈൽ CN നെഗറ്റീവ് അത് ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ പൈ ഇലക്ട്രോൺസ് ഈ കാർബണാറ്റത്തിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് കരുതുക. അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഇവിടെ നിന്ന് ഇലക്ട്രോൺ പോയതുകൊണ്ട് പോസിറ്റീവ് ചാർജ്. അങ്ങോട്ടേക്ക് സയനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ അറ്റാക്കിംഗ് റിയേജന്റ് ജോയിൻ ചെയ്യുന്ന ആ കാർബണാറ്റത്തിലേക്കല്ല ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. CH ബോണ്ടിലെ സിഗ്മ ഇലക്ട്രോൺസ് ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റവുമായോ അതല്ലെങ്കിൽ ഒരു വേക്കൻറ്റ് പി ഓർബിറ്റലുമായി പാർഷ്യൽ കോൺജുഗേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പെർമനന്റ് എഫക്റ്റ് ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി അത്തരം സിസ്റ്റംസ് കൂടുതൽ സ്റ്റേബിൾ ആകും. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. ഈഥൈൽ കാർബോകാറ്റയോൺ. ഈഥൈൽ കാർബോകാറ്റയോൺ CH3 CH2 പോസിറ്റീവ് ആണ്. ഇവിടെ ഒരു വേക്കൻറ്റ് പി ഓർബിറ്റലാണ് ഉള്ളത്. ഇവിടുത്തെ CH സിഗ്മ ബോണ്ട് പരിഗണിക്കുക. കാർബണും ഹൈഡ്രജനും തമ്മിൽ ഒരു ജോഡി ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഈ CH സിഗ്മ ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ആ ഓർബിറ്റലും ഇവിടുത്തെ വേക്കൻറ്റ് ഓർബിറ്റലും ഒരു പ്ലെയിനിലാണ് എങ്കിൽ ഇവ തമ്മിൽ ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. ഇങ്ങനെ CH സിഗ്മ ഇലക്ട്രോൺസും ഒരു അൺഷെയർഡ് പി ഓർബിറ്റലും തമ്മിലുള്ള പാർഷ്യൽ കോൺജുഗേഷനെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു. ദെൻ എച്ച് പോസിറ്റീവും. ഹൈപ്പർ കോൺജുഗേഷൻ വരുന്നതിൻ്റെ ഫലമായി കാർബോകാറ്റയോൺസ് കൂടുതൽ സ്റ്റേബിൾ ആകും. കാരണം ഇവിടുത്തെ ആ പോസിറ്റീവ് ചാർജിനെ ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടു ഈ CH സിഗ്മ ഇലക്ട്രോൺസ് ആണ് വേക്കൻറ്റ് ഓർബിറ്റലുമായി ഹൈപ്പർ കോൺജുഗേഷൻ വന്നത്. തൊട്ടടുത്ത ആ CH ഇലക്ട്രോൺസും ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. ഇവിടുത്തെ CH ആ ഇലക്ട്രോൺസും ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്.
അങ്ങനെ ആ പോസിറ്റീവ് ചാർജിനെ ഡിസ്പേസ് ചെയ്യുന്നതിന്റെ ഫലമായാണ് കാർബോകാറ്റയോൺസ് കൂടുതൽ സ്റ്റേബിൾ ആകുന്നത്. ഇതേപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം അഥവാ പൈ ഓർബിറ്റലുമായും ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. ഹൈപ്പർ കോൺജുഗേഷനെ ബേസ് ചെയ്ത് കാർബോകാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഏതാനും ഉദാഹരണം ശ്രദ്ധിക്കുക. മീഥൈൽ കാർബോകാറ്റയോൺ CH3 പോസിറ്റീവ്, ദെൻ ഈഥൈൽ കാർബോകാറ്റയോൺ CH3 CH2 പോസിറ്റീവ്, ദെൻ ഐസോപ്രോപ്പൈൽ കാർബോകാറ്റയോൺ CH3 CH പോസിറ്റീവ് CH3 ആൻഡ് tertiary ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ CH3 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 പോസിറ്റീവ്. നമുക്കറിയാം ഇത് മീഥൈൽ കാർബോകാറ്റയോൺ ആണ്, ഇത് പ്രൈമറി കാർബോകാറ്റയോൺ ആണ്, ഇത് സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്, ഇത് ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ്. മീഥൈൽ കാർബോകാറ്റയോണിൽ അഡ്ജസന്റ് കാർബൺ ആറ്റം അല്ലെങ്കിൽ അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല. അതുകൊണ്ട് മീഥൈൽ കാർബോകാറ്റയോണിൽ ഹൈപ്പർ കോൺജുഗേഷനുള്ള യാതൊരു പോസിബിലിറ്റിയും ഇല്ല. എന്നാൽ ഈഥൈൽ കാർബോകാറ്റയോണിൽ പോസിറ്റീവ് ചാർജുള്ള കാർബൺ ആറ്റത്തിന് അഡ്ജസന്റായി ഒരു മീഥൈൽ ഗ്രൂപ്പാണുള്ളത്, അല്ലെങ്കിൽ അവിടെ 3 CH ബോൺസ് ഉണ്ട്. അതുകൊണ്ട് ഹൈപ്പർ കോൺജുഗേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്, അവിടുത്തെ പോസിറ്റീവ് ചാർജിനെ ഡിസ്പേഴ്സ് ചെയ്യാം. സോ ഈഥൈൽ കാർബോകാറ്റയോൺ മീഥൈൽ കാർബോകാറ്റയോണിനേക്കാൾ മോർ സ്റ്റേബിൾ ആണ്. ഐസോപ്രോപ്പൈൽ കാർബോകാറ്റയോൺ ഇതൊരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാർബൺ ആറ്റത്തിന് അഡ്ജസന്റായി 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അഥവാ 6 CH ബോൺസ് ഉണ്ട്. അവിടെ ഹൈപ്പർ കോൺജുഗേഷനുള്ള പോസിബിലിറ്റി പിന്നെയും കൂടുന്നു. സോ പോസിറ്റീവ് ചാർജ് ഈസിയായി ഡിസ്പേഴ്സ് ചെയ്യുന്നു, ഇത് മോർ സ്റ്റേബിൾ ആയിരിക്കും. ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോണിൽ പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് 3 CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അവിടെ 9 CH ബോൺസ് ആണ് ഉള്ളത്. ഹൈപ്പർ കോൺജുഗേഷനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ടെർഷ്യറി കാർബോകാറ്റയോൺസ് ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ. അവിടെയാണ് ഹൈപ്പർ കോൺജുഗേഷനുള്ള പോസിബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത്. സോ ടെർഷ്യറി കാർബോകാറ്റയോൺസ് ആർ മോസ്റ്റ് സ്റ്റേബിൾ. അതേസമയം മീഥൈൽ കാർബോകാറ്റയോണിൽ ഹൈപ്പർ കോൺജുഗേഷനുള്ള പോസിബിലിറ്റി ഇല്ല. സോ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് സ്റ്റേബിൾ. ഇത് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോകാറ്റയോൺസിനെ അതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഹൈപ്പർ കോൺജുഗേഷനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനും. സോ മീഥൈൽ കാർബോകാറ്റയോണേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും ഈഥൈൽ കാർബോകാറ്റയോൺ അഥവാ പ്രൈമറി കാർബോകാറ്റയോൺ, അതിൽ സ്റ്റേബിൾ ആയിരിക്കും സെക്കൻഡറി കാർബോകാറ്റയോൺ, അതിലും സ്റ്റേബിൾ ആയിരിക്കും ടെർഷ്യറി കാർബോകാറ്റയോൺസ്.